വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ചോദ്യങ്ങളാണ് കേട്ടോ. നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സുകൾ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും അതുപോലെ തന്നെ SCRT ചാപ്റ്റേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എത്രയാണ്? കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ കേട്ടോ. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി. 5 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് വരെയോ. നെക്സ്റ്റ്, നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ ഏതാണ്? എത്രയാണ്? 2 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും. ഏതാണ് ചോദിച്ചതാണ്? നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതായ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? പരമാവധി ശിക്ഷ എത്രയായിരുന്നു? 2 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ഏതാണ്? പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യമാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഇതിൽ പറയുന്നില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതും ഇതിൻ്റെ ലക്ഷ്യമാണ്. ലിംഗാധിഷ്ഠിത ഗർഭഛിദ്രം തടയുക എന്ന് പറയുന്നത് എന്താണ്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? ഇതൊക്കെയാണ്: പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക, ലിംഗാധിഷ്ഠിത ഗർഭഛിദ്രം തടയുക എന്നിവയൊക്കെ എന്താണ്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 1, 3, 4 ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് വെർബ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. എവരിബഡി ആൻഡ് എവരി ഗേൾ ഡാഷ് ഗിവൻ എ പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലേ, ബോത്ത് ആൻഡ് എവരി എന്നൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കില്ലേ കൺജക്റ്റീവ്. കോൺകോഡിൽ വരുന്നതാണല്ലേ ഈ ഒരു ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഇവിടെ ഏതാണ് വരുന്നത്? എവരി ബോയ് ആൻഡ് എവരി ഗേൾ ഡാഷ് ഗിവൺ എ പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ് എന്ന് വരുമ്പോൾ ഇതാണ് വാസ് ആണല്ലേ വരാം. എവരി ബോയ് ആൻഡ് എവരി ഗേൾ വാസ് ഗിവൺ എ പാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ്. നെക്സ്റ്റ്, fill in with appropriate articles അല്ലേ. ഡാഷ് ബനിയൻ ഈസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ എന്ന് വെച്ചാൽ ഏതാണ് വരുന്നത്? ബനിയാൻ ട്രീ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഓപ്ഷൻ വരാം? ദ അല്ലേ വരാം. എടുത്ത് പറയുകയാണ് ചെയ്യുന്നത് അല്ലേ. ദ ബനിയൻ ഈസ് എ കൈൻഡ് ഓഫ് ഫിഗ് ട്രീ. നെക്സ്റ്റ്, റിപ്പോർട്ട് എ ഗിവൺ സെൻറ്റൻസ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹീ സെഡ് ടു മീ പ്ലീസ് ഹെൽപ്പ് മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ വരുന്നത്? ഹീ സെഡ് ടു പ്ലീസ് ഹെൽപ്പ് എന്നല്ലേ പറയുന്നത്, റിക്വസ്റ്റ് അല്ലേ ചെയ്തേക്കുന്നത്. എന്നാ പറയുന്നത് ഹീ റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം എന്നാണ് അല്ലേ. മീ എന്നുള്ളത് ഹിമായി മാറല്ലോ. ഹീ റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം എന്ന് പറയുന്നതാണ് ശരിയായ ആൻസർ. ഇതാണ് ഹീ സെഡ് ടു മീ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുന്നതിന് റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ് വരിക? റിപ്പോർട്ടഡ് സ്പീച്ചിൽ ആൻസർ വരുന്നതാണ് ഹീ റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ചൂസ് ദ പാസീവ് ഫോം ഓഫ് ദ ഗീവൺ സെൻറ്റൻസ്. പാസീവ് ഫോം കണ്ടുപിടിക്കാനാണല്ലേ. ഐ നോ ഹിം എന്ന് പറയുന്നതിന് പാസീവ് ഫോം ഏതാണ് പാസീവ് ഫോം വരുന്നതാണ്? ഹി ഈസ് നോൺ ടു മീ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ എം വർക്കിംഗ് ഹാർഡ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണാണ്ട് പഠിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഐ എം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും വരുന്നത് എന്തായിരിക്കും? 6 ഇഞ്ച് ഐ എന്ന് തന്നെയായിരിക്കും വരിക. അത് അങ്ങനെ കാണാപ്പാഠം പഠിച്ചിരിക്കുക കേട്ടോ. ഐ എം എന്ന് വെച്ചാൽ എന്തായിരിക്കും? 6 ഇഞ്ച് ഐ എന്നാണ് വരിക. ഐ എം വർക്കിംഗ് ഹാർഡ് എന്ന് വെച്ചാൽ എന്താണ് വരുന്നത്? 6 ഇഞ്ച് ഐ. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ്ലി
സ്പെൽറ്റ് വേർഡ് പ്രൊനൗൺസിയേഷനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ കറക്റ്റ് വേർഡ് ഏതാണ് വരുന്നത്? സി ആണ് കേട്ടോ. പ്രൊനൗൺസിയേഷൻ എന്നാണ് വരുന്നത്. പ്രൊനൗൺസിയേഷൻ. ചൂസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹു അണ്ടർഗോസ് ട്രെയിനിങ് ഇൻ എനി ട്രേഡ് ഓർ ഒക്കുപ്പേഷൻ. എ പേഴ്സൺ ഹു അണ്ടർഗോസ് ട്രെയിനിങ് ഇൻ എനി ട്രേഡ് ഓർ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നതിന് കറക്റ്റ് ഒരു ഒറ്റപ്പദം അല്ലേ? ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആൻ അപ്രൻറ്റീസ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഇഡിയം. We are planning a surprise party for our son. Be careful not to let the cat out of the bag. ഇതിനെ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അണ്ടർലൈൻഡ് ഇഡിയത്തിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് മീനിങ് അർത്ഥം കണ്ടുപിടിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ് വരുന്നത്? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? റിവീൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. ഓപ്ഷൻ എ, റിവീൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. ബി കെയർഫുൾ നോട്ട് ടു റിവീൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. Next, choose the word which suits best. I ordered pineapple pudding for dash after my dinner. അവിടെ ഏതാ വരാം? ഡെസേർട്ട് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ് സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ഡബിൾ എസ് ഉണ്ട് കേട്ടോ, 2 എസ് ഉണ്ട്. ഡെസേർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ലൊക്യോഷ്യസ്. ലൊക്യോഷ്യസിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഓപ്ഷൻ സി, റെറ്റിസെൻ്റ്. നെക്സ്റ്റ്, മലയാളമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. നമ്മൾ മലയാളം കമ്പ്യൂട്ടർ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. PSC ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളം ക്വസ്റ്റ്യൻസൊക്കെ ഒരു 6 പാർട്ടോളം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഭാഗത്ത് തന്നെയാണ് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മലയാളമൊക്കെ അങ്ങനെ പഠിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ് ശരിയായ പദം? എന്താണ്? നിർജ്ജരി എന്ന് പറയുന്നത് ഈ ഓപ്ഷൻ ബി ആണ് കേട്ടോ. നിർജ്ജരി എങ്ങനെയാണ് എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കി നോക്കിയാൽ കേട്ടോ. നിർജ്ജരി എന്ന് വെച്ചാൽ ഏതാണ്? നോക്കി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ്, അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽപ്പെടാത്ത പദം ഏതാണ്? അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽപ്പെടാത്ത പദം ഏതാണ്? ഓപ്ഷൻ സി ആണ്, കമലമാണ് വരുന്നത്. കമലം എന്ന് വെച്ചാൽ എന്താണ്? താമര എന്നാണ് അല്ലേ മീനിങ് വരുന്നത്. എന്താണ് കമലം എന്ന് വെച്ചാൽ? എന്താണ്? താമര എന്നാണ് വരുന്നത്. നാമമാണ് അല്ലേ? നെക്സ്റ്റ്, ദർശകൻ്റെ സ്ത്രീലിംഗ പദം എന്താണ്? ദർശകൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? ദർശക എന്ന് പറയുന്നതാണ് ദർശകൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? ദർശക. നെക്സ്റ്റ്, പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ്? പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ല് ഏതാണ്? ചൊല്ല്? ഓപ്ഷൻ ബി ആണ്, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക. വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം തന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കുട്ടികൾ എന്ന് പറയുന്നതാണ് വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്നത്. നിരീശ്വരൻ പിരിച്ചെഴുതുക. നിരീശ്വരനെ എങ്ങനെയാണ് പിരിച്ചെഴുതുക? നിരീശ്വരൻ എന്ന് പറയുന്നത് പിരിച്ചെഴുതുക എങ്ങനെയാണ്? നീ പ്ലസ് ഈശ്വരൻ. നീ കഴിഞ്ഞ് 2 കുത്തുണ്ട്, അതിനുശേഷമാണ് ഈശ്വരൻ എന്ന് വരുന്നത് കേട്ടോ. നീ പ്ലസ് ഈശ്വരൻ നിരീശ്വരൻ. ആ പ്ലസ് അൾ ചേർത്ത് എഴുതുക. ആ പ്ലസ് അൾ എന്ന് വെച്ചാൽ എന്താണ്? ആ പ്ലസ് അൾ എന്ന് വെച്ചാൽ എന്താണ്? അവൾ എന്നാണ് അല്ലേ? ആ പ്ലസ് അൾ എന്ന് പറയുന്നത് അവളാണ്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ ആ പ്ലസ് അൻ എന്ന് പറയുന്നത് എന്താണ്? അവൻ എന്നാണ്. ആ പ്ലസ് അൻ എന്ന് പറയുന്നത് എന്താണ്? അവനാണ്. ആ പ്ലസ് അൾ എന്ന് പറയുന്നത് എന്താണ്? അവൾ എന്നാണ്. ഭൂമി എന്നർത്ഥം വരാത്ത പദം ഏത്? കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഭൂമിയുടെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഭൂമി എന്ന അർത്ഥം വരാത്ത പദം ഇതിലേതാണ്? ഭൂമിയുടെ അർത്ഥങ്ങൾ വരുന്ന ഏതാണ് നമുക്ക് നോക്കാം. മേദിനി, ശോണി, ധര എന്നിവയൊക്കെ എന്താണ്? ഭൂമിയുടെ അർത്ഥങ്ങളാണ്. വപുസ് എന്ന് പറയുന്നത് ഭൂമിയുടെ അർത്ഥമല്ല. അപ്പോൾ മേദിനി, ശോണി, ധര എന്ന് പറയുന്നതാണ് ഭൂമിയുടെ അർത്ഥങ്ങൾ. പഠിച്ചു വയ്ക്കുക. മേദിനി, ശോണി, ധര എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ? മേദിനി, ശോണി, ധര. വപുസ് എന്ന് വെച്ചാൽ ശരീരം എന്നാണ് അർത്ഥം വരുന്നത്. മേദിനി, ശോണി, ധര എന്നിവയാണ് ഭൂമിയുടെ അർത്ഥങ്ങൾ. നെക്സ്റ്റ്, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ.
ചോദിക്കുന്നതാണല്ലേ. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഏതാണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്താ പറയുക? ഓപ്ഷൻ ബി ആണല്ലേ, പിപാസു എന്നാണല്ലേ പറയുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളെ പിപാസു എന്നാണ് പറയുക. നെക്സ്റ്റ്, ആകർഷണം വിപരീത പദം കണ്ടെത്തുക. ആകർഷണത്തിൻ്റെ വിപരീത പദം ഏതാണ്? ആകർഷണത്തിൻ്റെ വിപരീത പദം ഏതാണ്? വികർഷണം എന്നാണ്. ആകർഷണം വിപരീതം എന്താണ്? വികർഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കേരളത്തിൽ റേഷനിങ് സംവിധാനം പ്രവർത്തിക്കുന്നത്? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കേരളത്തിലെ റേഷനിങ് സംവിധാനം പ്രവർത്തിക്കുന്നത്? റേഷനിങ് സംവിധാനം പ്രവർത്തിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 പ്രകാരമാണ് കേരളത്തിൽ റേഷനിങ് സംവിധാനം പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിന് പ്രതിമാസം എത്ര കിലോഗ്രാം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ട്? അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിന് പ്രതിമാസം എത്ര കിലോഗ്രാം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ട്? എത്രയാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, 35 കിലോഗ്രാം. 35 കിലോഗ്രാം. നെക്സ്റ്റ്, ആദ്യത്തെ കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആദ്യത്തെ കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മോഹൻകുമാറാണ്. കേരളത്തിലെ ആദ്യത്തെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മോഹൻകുമാറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമപ്രകാരം അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതികളിൽ തീരുമാനമെടുക്കുന്നതിനായി നിയമിക്കപ്പെട്ട ജില്ലാ പരാതി പരിഹാര ഓഫീസർ ആരാണ്? ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമപ്രകാരം അർഹതപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതികളിൽ തീരുമാനമെടുക്കുന്നതിനായി നിയമിക്കപ്പെട്ട ജില്ലാ പരാതി പരിഹാര ഓഫീസർ ആരാണ്? ആരായിരിക്കും? ഇതാണ് കേട്ടോ വരുന്നത്. ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റ് ആണ് വരുന്നത്. പരാതി പരിഹാര ഓഫീസർ ആരാണ്? ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റ്. നെക്സ്റ്റ്, 2021 കേരള ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൺട്രോൾ ഓർഡർ പ്രകാരം റേഷൻ കാർഡിന് അർഹതയുണ്ടാവാൻ നിർബന്ധമില്ലാത്തത് ഏതാണ്? 2021 കേരള ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൺട്രോൾ ഓർഡർ പ്രകാരം റേഷൻ കാർഡിന് അർഹതയുണ്ടാവാൻ നിർബന്ധമില്ലാത്തത് ഏതാണ്? ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, സ്വന്തമായി വീട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് റേഷൻ കാർഡിന് അർഹതയുണ്ടാവാൻ നിർബന്ധമില്ലാത്ത കാരണമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, കേരളത്തിൽ താമസിക്കുന്ന ആളായിരിക്കണം, ഇന്ത്യയിലെ ഒരു സ്ഥലത്തും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്ന ഇതുമായി റേഷൻ കാർഡിന് അർഹതയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് അല്ലേ. സ്വന്തമായി വീടുണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു നിബന്ധന അവിടെ ഉണ്ടോ? ഇല്ല അല്ലേ. നെക്സ്റ്റ് എന്താണ്? സപ്ലൈകോയുടെ തനത് ബ്രാൻഡ് ഏതാണ്? സപ്ലൈകോയുടെ തനത് ബ്രാൻഡ് ഏതാണ്? ഓപ്ഷൻ സി ശബരിയാണ്. സപ്ലൈകോയുടെ തനത് ബ്രാൻഡ് ഏതാണ്? ശബരിയാണ്. നെൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച ഏജൻസി ഏതാണ്? നെൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച ഏജൻസി ഏതാണ്? ഏജൻസി? സപ്ലൈകോയാണ്. നെൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച ഏജൻസി ഏതാണ്? സപ്ലൈകോ. റേഷൻ ഗോഡൗണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? റേഷൻ ഗോഡൗണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് വരുന്നത്? SCMS ആണ്. റേഷൻ ഗോഡൗണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ സപ്ലൈകോ ഈടാക്കുന്ന നിരക്ക് എത്രയാണ്? സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ സപ്ലൈകോ ഈടാക്കുന്ന നിരക്ക് എത്രയാണ്? ബൾക്ക് റേറ്റ്. ഓപ്ഷൻ ബി ബൾക്ക് റേറ്റ്. സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ സപ്ലൈകോ ഈടാക്കുന്ന നിരക്ക് എത്രയാണ്? എന്താണ് പറയുന്നത്? ബൾക്ക് റേറ്റ് എന്നാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് സോഫ്റ്റ്വെയർ വരുന്നത്? OMS ആണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? OMS.
നെക്സ്റ്റ്, ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമപ്രകാരം കേരളത്തിൽ റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി വിതരണം നടത്തുന്നതിനായി നിയോഗിക്കപ്പെട്ട നോഡൽ ഏജൻസി ഏതാണ്? ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമപ്രകാരം കേരളത്തിൽ റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി വിതരണം നടത്തുന്നതിനായി നിയോഗിക്കപ്പെട്ട നോഡൽ ഏജൻസി ഏതാണ്? ഏതാണ് നോഡൽ ഏജൻസി? ഏതാണ്? സപ്ലൈകോയാണ്. സപ്ലൈകോയുടെ നിയന്ത്രണത്തിലുള്ള കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എന്താ ചോദിച്ചിരിക്കുന്നത്? സപ്ലൈകോയുടെ നിയന്ത്രണത്തിലുള്ള കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോന്നിയിലാണ്. ഓപ്ഷൻ ബി, കോന്നിയിലാണ് സപ്ലൈകോയുടെ നിയന്ത്രണത്തിലുള്ള കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എത്രയാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എത്രയാണ്? ഓപ്ഷൻ എ, 1 കോടി രൂപ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റായത് ഏതാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ഡി, 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ, അല്ലെങ്കിൽ 2000 രൂപ. 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 2000 രൂപയാന്ന് പറയുന്നതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റെന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് ശരിയായിട്ടുള്ളത് പഠിച്ചു വെച്ചാലോ, 5 ലക്ഷം രൂപ വരെ ഫീസില്ല. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 200 രൂപയാണ് ഫൈന്. എത്രയാണ്? 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണെങ്കിൽ 400 രൂപയാണ്. 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 2000 രൂപ എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നതെന്നാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 20-നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. നെക്സ്റ്റ്, ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷനിൽ നൽകിയ പരാതിയിലെ വിധി തൃപ്തികരമല്ലെങ്കിൽ എത്ര ദിവസത്തിനകമാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത്? ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷനിൽ നൽകിയ പരാതിയിലെ വിധി തൃപ്തികരമല്ലെങ്കിൽ എത്ര ദിവസത്തിനകമാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത്? എത്രയാണ് വരുന്നത്? 45 ദിവസത്തിനകം അപ്പീൽ നൽകണം. 45 ദിവസത്തിനകം. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ CRM എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ CRM എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ ബി, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. CRM എന്ന് വെച്ചെന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. പുതുതായി ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറക്കുമ്പോൾ പെനിട്രേഷൻ വില നിർണ്ണയം നടത്തുക എന്നാൽ എന്താണ്? പുതുതായി ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ഇറക്കുമ്പോൾ പെനിട്രേഷൻ വില നിർണ്ണയം നടത്തുക എന്നാൽ എന്താണ്? കുറഞ്ഞ വില നിശ്ചയിക്കുക. മാർക്കറ്റിംഗ് മിക്സിലെ 4 Pകളാണ് ഉൽപ്പന്നം, വില, സ്ഥലം എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് എന്ന് പറയുന്നതാണ് മാർക്കറ്റിംഗ് മിക്സിലെ 4 Pകൾ. അതിൽ 3 നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി 4-മത്തത് ഏതാണ്? 4-മത്തത് വരുന്നത് ഏതാണ്? പ്രൊമോഷനാണ് അല്ലേ? പ്രൊമോഷനാണ് വരുന്നത്. പ്രൊമോഷൻ. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിലെ 4 Pകൾ ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏതാണ് രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിം? ഏതാണ്? ട്രേഡ് മാർക്ക് എന്ന് പറയുന്നതാണ് രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിം. ഏതാണ്? ട്രേഡ് മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാനോ ഉപകാരപ്രദമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.